ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സുമയ്യ. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഗൈഡ് വയറിന്റെ രണ്ടറ്റവും ഒട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. വയർ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും വേണമെന്ന് ആവശ്യപ്പെടുമെന്നും സുമയ്യ പറഞ്ഞു. ഇത് രണ്ടറ്റവും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഇത് ഒട്ടിപ്പോയി, അല്ലാതെ ബാക്കിയുള്ളിടം ഒട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എടുക്കണ്ട, അതവിടെ ഇരുന്നോട്ട് റിസ്ക് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എടുത്തില്ല. നിയമമായിട്ട് മുന്നോട്ട് പോകണം, നിയമത്തിൽ മുന്നോട്ട് പോകണം. എന്തിപ്പം എനിക്ക് നല്ല സങ്കടമായി. ഞാൻ പ്രതീക്ഷിച്ചു, ഇവിടെ നിന്ന് പോയപ്പം പ്രതീക്ഷയില്ലാണ്ട് പോയി. അവിടെ ഇത് നോക്കിയപ്പോഴത്തേക്ക് ചലനമുണ്ട്. അപ്പം ഫാമിലിയിട്ട് വന്ന് ചോദിച്ചിട്ട് ഇതെടുക്കാം എന്ന് പറഞ്ഞായിരുന്നു. ഡോക്ടർമാരും ഒരുപാട് ട്രൈ ചെയ്ത്, ഡോക്ടർമാരും പ്രതീക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നീട് പറഞ്ഞു ഇല്ല. അതാണ് വേണ്ടത്. സാന്ത്വന സജു നൽകും വിശദാംശങ്ങളുമായി. സാന്ത്വന, സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഈ ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് അത് വളരെ ശ്രമകരമായ ദൗത്യം എന്ന് തന്നെയാണ് നേരത്തെ മെഡിക്കൽ ബോർഡ് ചേർന്നപ്പോഴും സുമയ്യയോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് സുമയ്യ പറയുന്നത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് സുമയ്യ മുന്നോട്ട് വയ്ക്കുന്നത് മെഡിക്കൽ ബോർഡിന്? ആര്യ, 2 വർഷം മുൻപ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയാണ് സുമയ്യയുടെ നെഞ്ചിൽ ഒരു ഗൈഡ് വയർ കുടുങ്ങിയത്. അതിന് പിന്നാലെ കഴിഞ്ഞ ഇത്തരത്തിലൊരു പരാതിയുമായി സുമയ്യ രംഗത്തെത്തിയതിന് പിന്നാലെ തന്നെ നിരവധി ടെസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. വിദഗ്ധ ഡോക്ടർമാരടക്കം സുമയ്യയെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും ഈ വയർ പുറത്തെടുക്കുന്നത് വലിയ മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നുള്ള ഒരു കണ്ടെത്തൽ തന്നെയായിരുന്നു വിദഗ്ധ ഡോക്ടർ സംഘം ഉണ്ടായിരുന്നത്. കാരണം ആ ഗൈഡ് വയറിന്റെ 2 വശവും 2 സൈഡും ഈ ഹൃദയത്തോട് ഒത്തുചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ധമനികളോടൊക്കെ ഒത്തുചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് പുറത്തെടുത്താൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകും, എടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ തനിക്ക് ഇപ്പോഴും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ശ്വാസതടസ്സമുണ്ട് എന്നതടക്കമുള്ള കാര്യം സുമയ്യ വിദഗ്ധ സംഘത്തിന് മുന്നിൽ അറിയിച്ചതിന് പിന്നാലെയാണ് വീണ്ടും അത് എടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ടെസ്റ്റ് കൂടി നടത്തി നോക്കിയത്. ഈ വെള്ളിയാഴ്ചയാണ് സുമയ്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. അതിനുശേഷം ഇന്നലെയാണ് 2 തവണ കീഹോൾ ശസ്ത്രക്രിയയിലൂടെ രാവിലെ ആൻജിയോഗ്രാം അടക്കം ചെയ്ത് നോക്കിയിരുന്നു. ഈ ആൻജിയോഗ്രാമിൽ അതിന് ചെറിയൊരു അനക്കം ഉണ്ട് എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് 2 തവണ കീഹോൾ സർജറിയിലൂടെ ഈ വയർ പുറത്തെടുക്കാനുള്ള ശ്രമം വിദഗ്ധ സംഘം നടത്തിയത്. പക്ഷേ അത് പരാജയപ്പെടുകയായിരുന്നു. കാരണം വീണ്ടും ചില ഭാഗങ്ങൾക്ക് ഒരു അനക്കമുണ്ടെങ്കിലും മറ്റു ഭാഗങ്ങൾ ഇപ്പോഴും ഒട്ടിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് വിദഗ്ധ സംഘം പറയുന്നത്. പരമാവധി അവരും ശ്രമിച്ചു, അതുകൊണ്ട് തന്നെ വയർ പുറത്തെടുക്കാൻ പറ്റിയില്ല. താൻ വലിയ പ്രതീക്ഷയിലായിരുന്നു എന്ന് തന്നെയാണ് സുമയ്യ എന്ന് പറഞ്ഞത്. അത് പുറത്തെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സുമയ്യ അറിയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ ഈ വിദഗ്ധ സംഘത്തെയൊക്കെ കണ്ടതിന് ശേഷം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നപ്പോൾ തന്നെ സുമയ്യവും കുടുംബവും പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്ന ആര്യ, ഈ വയർ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള ചികിത്സയ്ക്കും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അവർക്ക് പണം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ജോലിയും നൽകണമെന്നുള്ള ആവശ്യം തന്നെയാണ് കുടുംബം മുന്നോട്ടേക്ക് വച്ചിരുന്നത്. എന്തായാലും നിലവിലെ പ്രതീക്ഷ ഇപ്പോൾ വയർ എടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു മേജർ സർജറിയിലൂടെയൊക്കെ ഒരു ശ്രമം നടത്താമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നൊക്കെയുള്ള കാര്യം പിന്നീട് മാത്രമേ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകും. അതുപോലെ തന്നെ നേരത്തെ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ജോലിയും അതുപോലെ തന്നെ നഷ്ടപരിഹാരവും വേണമെന്ന് സർക്കാരിനോട് ഇനിയും അറിയിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ആര്യ ഇപ്പോൾ സുമയ്യയും കുടുംബവും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി തന്നെ സുമയ്യ ആശുപത്രി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റെന്ത് ടെസ്റ്റ് ശക്തമായ നിയമ നടപടിയിലേക്ക് കടക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. സാന്ത്വന സജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.